ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിലൂടെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീക്കേണ്ടതിന്റെ പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞുവല്ലോ. ഇന്ന് നമ്മൾ ഉറങ്ങി എണീറ്റാൽ ഉടൻ ശ്രദ്ധിക്കേണ്ടതും ചെയ്യേണ്ടതുമായ കാര്യങ്ങളെ പറ്റിയാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. മിക്കവാറും എല്ലാവരും ഉറങ്ങി എണീക്കുന്നത് ഒരു പ്രാർത്ഥനയോടുകൂടിയായിരിക്കും. ഒന്നുകിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇന്നത്തെ എന്റെ ദിവസം നല്ലതായിരിക്കണമെന്ന ചിന്തയോടുകൂടിയോ ആയിരിക്കും. അതുപോലെ ഭൂമി വന്ദനം, കരദർശനം എന്നിവയും ചെയ്യുന്നവരുണ്ടാവാം. കരാഗ്രേ വസേത് ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേത്തു ഗോവിന്ദ, പ്രഭാതേ കരദർശനം. അല്ലെങ്കിൽ വെറുതെ കുറച്ചു നേരം നമ്മളുടെ കൈകളിലേക്ക് നോക്കിയിട്ട് കണ്ണടച്ച് വെറുതെ ഒന്ന് തടവി എണീക്കുകയാണെങ്കിൽ അതൊരു തരത്തിലുള്ള സെൽഫ് ഫോക്കസ്, അതോടൊപ്പം എനർജി ട്രാൻസ്ഫറുമാണ്. ഇനി ഭൂമി വന്ദനം. സമുദ്രവസനേ ദേവി, പർവ്വതസ്തന മണ്ഡലി, വിഷ്ണുപത്നി നമസ്തുഭ്യം, പാദസ്പർശം ക്ഷമസ്വമി. ഭൂമി തൊട്ട് നമ്മൾ ശിരസിൽ വെക്കുകയാണെങ്കിൽ ഭൂമിയിലുള്ള ഊർജം നമ്മളിലേക്ക് പ്രവഹിക്കുന്നതാണ്. മറിച്ച് നമ്മൾ കാലാണ് ആദ്യം നിലത്ത് വെക്കുന്നതെങ്കിൽ നമ്മളിലെ ഊർജം തിരിച്ചങ്ങോട്ടേക്കും പ്രവഹിക്കും. നമ്മൾ ഒരു വ്യക്തിയെ നമസ്കരിക്കുന്നതും തൊട്ട് നമസ്കരിക്കുന്നതും ചവിട്ടുന്നതും പോലെ ഭൂമിയിലുള്ള എല്ലാം തന്നെ എനർജി ട്രാൻസ്ഫർ ആണ്. കോസ്മിക് എനർജിയും നമ്മളുടെ ഇന്നർ എനർജിയും തമ്മിലുള്ള ബന്ധം. അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് ആത്മനിരീക്ഷണം എന്നുള്ളത്. നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ വരുത്തുന്ന വളരെ വലിയൊരു തെറ്റാണ് സ്വയം പരിശോധന അല്ലെങ്കിൽ ആത്മനിരീക്ഷണമില്ലായ്മ. മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ നമ്മൾ വ്യാകുലരാണ്. തീർച്ചയായും മറ്റുള്ളവരെ സഹായിക്കണം. പരോപകാരാർത്ഥം ഇതം ശരീരം എന്നാണല്ലോ. പക്ഷെ അതോടൊപ്പം നമ്മൾ നമ്മളെയും നോക്കണം അല്ലെങ്കിൽ നിരീക്ഷിക്കണം. ഇന്നലത്തെ എന്നിൽ നിന്നും ഇന്നത്തെ ഞാൻ, അല്ലെങ്കിൽ ഇന്നത്തെ എന്നിൽ നിന്നും നാളത്തെ ഞാൻ എത്രത്തോളം വളർന്നു എന്ന്. പക്ഷെ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആത്മപരിശോധന അല്ലെങ്കിൽ ആത്മനിരീക്ഷണം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. നമ്മൾ ഉറങ്ങി എണീറ്റാൽ ഉടൻ തന്നെ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ. പ്രധാനമായും നമ്മൾ തലേദിവസം രാത്രി കഴിച്ച ഭക്ഷണം ദഹിച്ചോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തണം. ഇനി ദഹിച്ചിട്ടില്ല എങ്കിൽ വീണ്ടും കിടന്നുറങ്ങണം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ദഹിക്കാത്ത രീതിയിലുള്ള ഭക്ഷണം തലേദിവസം രാത്രി അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിനെപ്പറ്റിയൊക്കെ തുടർന്നുള്ള വീഡിയോകളിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിച്ചോ ഇല്ലയോ എന്നുള്ളത്? അതിന് ശ്രദ്ധിക്കേണ്ടത് ഊർജ്ജസ്വലരായാണോ നമ്മൾ ഉറക്കം എണീക്കുന്നത് എന്നുള്ളതാണ്. ഉത്സാഹപൂർവമാണ് നമ്മൾ, ഉന്മേഷത്തോടു കൂടിയാണ് നമ്മൾ ഉറക്കം എണീക്കുന്നതെങ്കിൽ ആഹാരം ഏകദേശം ദഹിച്ചു എന്ന് തന്നെ ഉറപ്പുവരുത്താം. അതോടൊപ്പം ശരീരത്തിന് ലഘുത്വം, ഒരു ഭാരമില്ലായ്മ, അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു ലാഘവത ഫീൽ ചെയ്യുന്നെങ്കിൽ. ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഉറങ്ങി എണീറ്റിട്ട് തലയ്ക്കും ശരീരത്തിനും ഒക്കെ ആകെ ഒരു കനം ഫീൽ ചെയ്യുന്നതെന്ന്. നമ്മുടെ ജീവിത രീതിയിലുള്ള അപാകതകളാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെ ഊർജ്ജസ്വലമായി ഉറങ്ങി എണീറ്റാൽ ഉടൻ തന്നെ ശൗചകർമ്മങ്ങൾ ചെയ്യണം. മലമൂത്രങ്ങൾ യഥാവിധി പുറത്തു പോകുന്നത് ഭക്ഷണം ശരിയായി ദഹിക്കുന്നതിന്റെയും ആരോഗ്യത്തിന്റെയും ലക്ഷണങ്ങളാണ്. ഇതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയട്ടെ. ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ബെഡ് കോഫി, ഗ്രീൻ ടീ, ഇതിൽ കോഫി എന്ന് പറയുന്നത് കഷായ രസം, നമ്മൾ ചവർപ്പ് രസമുള്ള ഒരു ദ്രവ്യമാണ്. വളരെ രൂക്ഷവും, അതായത് ശരീരത്തിന് ഡ്രൈനെസ് ഉണ്ടാക്കും ഒരുപാട് ഉപയോഗിച്ചാല്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ സ്നിഗ്ധമായ ഒരു ഓയിലി ആയി നമ്മൾ കാത്തു സൂക്ഷിക്കണം. നമ്മുടെ ശരീരത്തിലെ ജോയിന്റുകളെല്ലാം തന്നെ അറിയാം, സൈനോവിയൽ ഫ്ലൂയിഡ് ആണ് അതിനകത്ത്. അത് ലൂബ്രിക്കേഷൻ, നമ്മളെ നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ, നമ്മളെ സഞ്ചരിക്കാനൊക്കെ സഹായിക്കുന്നു. അവിടെ എല്ലാം നമുക്ക് വേണ്ടത് ആ ഒരു ലൂബ്രിക്കേഷൻ, ആ ഒരു സ്നിഗ്ധതയാണ്. നിരന്തരമായി നമ്മൾ കോഫി ഉപയോഗിക്കുകയാണെങ്കിൽ ശരീരത്തിന്റെ ഡ്രൈനെസ് അഥവാ രൂക്ഷത വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അത് കാലാന്തരത്തിൽ പല രോഗാവസ്ഥകളിലേക്കും നയിക്കും എന്നുള്ളത് ഓർമ്മിക്കേണ്ടതാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ഒന്നാണ് കോഫി. ഇനി പാലോട് കൂടിയാണെങ്കിൽ അതിന്റെ രൂക്ഷത കുറച്ചൊന്ന് കുറയുമെങ്കിലും നിരന്തരമായ ഉപയോഗം അസിഡിറ്റിയും പുളിച്ചുതകട്ടലും ഉണ്ടാക്കുമെന്നും ഓർമ്മിക്കണം. ഇതോടൊപ്പം ഗ്രീൻ ടീ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് പലരും ചൂടുള്ള ഗ്രീൻ ടീയിൽ തേൻ ചേർത്ത് ഉപയോഗിക്കുന്നത്. തേൻ എന്ന വസ്തു ചൂട് ദ്രവ്യത്തോടു കൂടിയോ ചൂടാക്കിയോ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ആയുർവേദം അനുശാസിക്കുന്നത്. അത് വിഷതുല്യമായി കണക്കാക്കപ്പെടുന്നു. കാലാന്തരത്തിൽ പലതരത്തിലുള്ള മാരക രോഗാവസ്ഥകളിലേക്കും അത് വഴിതെളിച്ചേക്കാം. തേനിന്റെ ഗുണഗണങ്ങളെ പറ്റിയും ഉപയോഗിക്കേണ്ട രീതികളെ പറ്റിയും എല്ലാം തുടർന്ന് വീഡിയോകൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും
ചിട്ടയായുള്ള ജീവിതം പാലിക്കൂ, ആരോഗ്യവാന്മാരായിരിക്കൂ. ആയുർവേദോപദേശേഷു വിധേയ പരമാദരഃ. നന്ദി, നമസ്കാരം.